ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രീൻ ഫിനാൻസ് ആണ്. അപ്പോൾ ഗ്രീൻ ഫിനാൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഗ്രീൻ ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഹാർമണിയിലൂടെ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത്, അതിനെയാണ് ഗ്രീൻ ഗ്രോത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇക്കോണമി എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഹാർമണിയിലൂടെ ഉണ്ടാകുന്ന ഒരു ഗ്രോത്തിനെയാണ് ഗ്രീൻ ഗ്രോത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഗ്രീൻ ഗ്രോത്ത് ഗ്രീൻ ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗ്രീൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ പ്രിവെൻഷൻ പ്രൊജക്റ്റ്, അതായത് പരിസ്ഥിതി മലിനീകരണ പ്രതിരോധ പദ്ധതികൾ, പിന്നെ അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അതായത് ഊർജ്ജ വികസന പദ്ധതികൾ, ഇങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രീസ്, അതാണ് ഗ്രീൻ ഇൻഡസ്ട്രീസ്. ഈ ഗ്രീൻ ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കലാണ് ഈ ഗ്രീൻ ഗ്രോത്തിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമി എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഹാർമണിയിലൂടെ, അതായത് ഒരു ഐക്യത്തിലൂടെ ഉണ്ടാകുന്ന ഗ്രോത്തിനെയാണ് ഗ്രീൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഗ്രീൻ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ ഗ്രീൻ ഗ്രോത്തിൽ പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഗ്രീൻ ഫിനാൻസ് എന്ന് നോക്കാം. ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന്, അതായത് സസ്റ്റൈനബിൾ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുസ്ഥിര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസിനെയാണ് ഗ്രീൻ ഫിനാൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സസ്റ്റൈനബിൾ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, അതിനാണ് ഗ്രീൻ ഫിനാൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഫിനാൻസ്, ബിസിനസ്, അതിനൊക്കെ ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആക്കിയിട്ട് കമ്പൈൻ ചെയ്യാം. അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു ഫിനോമിനാണ് നമ്മുടെ ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുന്ന, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഡാമേജ് വരുത്തുന്ന എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊമോഷനിൽ നിന്നൊക്കെ അതിനെ ഒഴിവാക്കാം. അതും ഗ്രീൻ ഫിനാൻസ് എന്ന് അതും നമ്മുടെ ഗ്രീൻ ഫിനാൻസിൽ വരുന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ എന്തെങ്കിലും ദോഷകരമായിട്ട് ഉള്ള ബിസിനസ്സോ ആക്ടിവിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊമോഷനിൽ നിന്ന് അതിനെ ഒഴിവാക്കാം. അതും ഗ്രീൻ ഫിനാൻസിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ സസ്റ്റൈനബിൾ മാനറിലൂടെ യൂസ് ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിനെ അങ്ങനെ സസ്റ്റൈനബിൾ മാനറിലൂടെ ഈ നാച്ചുറൽ റിസോഴ്സസിനൊക്കെ യൂസ് ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയും നമ്മുടെ ഗ്രീൻ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ്, പബ്ലിക്, നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ്, അതിൽ നിന്നൊക്കെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഫ്ലോസൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഈ ഫിനാൻഷ്യൽ ഫ്ലോസ് എന്ന് പറയുന്നത് ബാങ്ക്, നോൺ ക്രെഡിറ്റ്, പിന്നെ അതുപോലെ മൈക്രോ ക്രെഡിറ്റ്, പിന്നെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ നമ്മൾക്ക് ഈ ഫിനാൻഷ്യൽ ഫ്ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്ലോസൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതും ഗ്രീൻ ഫിനാൻസിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ റിസ്ക്, അതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ഫിനാൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രീൻ ഫിനാൻസിൻ്റെ ഒരു കീ ഫീച്ചറാണ് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ റിസ്ക്കൊക്കെ കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, അതാണ് ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ കൂടുതലായിട്ടും എക്കോ ഫ്രണ്ട്ലി പ്രൊജക്റ്റുകൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക, അതിലൂടെ നമ്മൾ ഫിനാൻസ് ഉണ്ടാക്കുക. അതാണ് ഈ ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള സംഭവം. പിന്നെ ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലൈമറ്റ് ഫിനാൻസ് ആണ്. ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫിനാൻസിലൂടെയൊക്കെ ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടർ, അതിനാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനീകരണം കുറയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ഹരിതഗൃഹ വാതകങ്ങൾ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിൻ്റെ സിങ്സൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം, അതായത് ക്ലൈമറ്റ് ചേഞ്ചിലുള്ള ഇമ്പാക്റ്റൊക്കെ എന്താണെന്ന് നാവിഗേറ്റ് ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യൻ്റെയും അതുപോലെ തന്നെ അത് ഹ്യൂമൻ ബീങ്സിൻ്റെയും എക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ റെസിലിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ
എയിം എന്ന് പറയുന്നത്. അതായത് മലിനീകരണം കുറയ്ക്കുക, അതുപോലെ തന്നെ ഹരിതഗൃഹവാതകങ്ങളുടെ സിങ്സൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ഇമ്പാക്റ്റുകളൊക്കെ നാവിഗേറ്റ് ചെയ്തിട്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെയൊക്കെ റെസിലിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എൻക്രീസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഗ്രീൻ ഫിനാൻസിങ് ഇൻ ഇന്ത്യ ആണ്. ഇനി ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൈമറ്റ് ഫിനാൻസിൽ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സിലൂടെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫിനാൻസിലൂടെയൊക്കെ ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഫിനാൻസിനൊക്കെ മെയിൻ സ്ട്രീം പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്ടേഴ്സിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് നേരിടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് മാസീവ് ക്യാപിറ്റൽ, വലിയൊരു ക്യാപിറ്റൽ ആവശ്യമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാം. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ടാർഗറ്റ് തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്ക് $2.5 ട്രില്യൺ ആവശ്യമായിട്ടുണ്ട് ഇത്ര. അതിലിനി നെക്സ്റ്റ് 5 ഇയേഴ്സിന് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമായിട്ട് $280 ബില്യൺ വേണ്ടി വരുമെന്നാണ് കണക്കുകളിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പബ്ലിക് എൻറ്റിറ്റീസ് ആയിട്ടുള്ള NTPC, പിന്നെ അതുപോലെ തന്നെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്തു, ഗ്രീൻ മസാല ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ട്സ് ഇഷ്യൂ ചെയ്തു. അത് 7.5% റേറ്റ് ഓഫ് റിട്ടേണിലാണ് ഈ ഗ്രീൻ മസാല ബോണ്ട്സ് ഈ പബ്ലിക് എൻറ്റിറ്റീസ് ആയിട്ടുള്ള NTPCയും അതുപോലെ തന്നെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡും ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് സെബി ഗ്രീൻ ബോണ്ട്സിൻ്റെ ഒക്കെ ഗൈഡ് ലൈൻസ് ഏറ്റെടുക്കും. പിന്നെ അതുപോലെ തന്നെ സെബി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അത് ഗ്രീൻ ബോണ്ടിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ ഏറ്റെടുക്കുകയും പിന്നെ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ചെയ്തു സെബി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഈ കോർപ്പറേറ്റ്സ് ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്തു, ഈ ഗ്രീൻ മസാല ബോണ്ട്സിനെ പ്രിവെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ കാരണം പല കോർപ്പറേറ്റ്സുകളും ഇതിനെ പ്രിവെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് BSE അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ഈ 4.5 ബില്യൺ ഗ്രീൻ ബോണ്ട്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്തു, അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇന്ത്യ INX എന്ന് പറയുന്നത്. അതായത് ഇന്ത്യസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, അതായത് BSE ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അവരിലൂടെ ഇന്ത്യ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൂടെ ഇന്ത്യ ഈ ഗ്രീൻ ഫിനാൻസ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്, ആരംഭിച്ചു. അപ്പോൾ ഇത്രയാണ് ഗ്രീൻ ഫിനാൻസിങ്ങിന് ഇന്ത്യയിൽ പറയുന്നത്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫിനാൻസിലൊക്കെ മെയിൻ സ്ട്രീം പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ തന്നെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരുപാട് മാസീവ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ തന്നെ ഇന്ത്യക്ക് $2.5 ട്രില്യൺ ആവശ്യമാണ്. അതിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിന് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമായിട്ട് $280 ബില്യൺ നമ്മൾ വേറെ മാറ്റി വയ്ക്കണമെന്നാണ് ഇതിൽ പറയുന്നത്, കണക്കുകളിലൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പബ്ലിക് എൻറ്റിറ്റീസ് ആയിട്ടുള്ള NTPC, പിന്നെ അതുപോലെ തന്നെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, അവരൊക്കെ ആ സമയത്ത് ഗ്രീൻ മസാല ബോണ്ട്സ് ഇഷ്യൂ ചെയ്തു 7.5 റേറ്റ് ഓഫ് റിട്ടേണിൽ. അപ്പോൾ സെബി എന്ത് ചെയ്തു, ഈ ഗ്രീൻ മസാല ബോണ്ട്സിൻ്റെ ഒക്കെ ഗൈഡ് ലൈൻസ് ഏറ്റെടുക്കുകയും അതിന് വേണ്ടി സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം തുടങ്ങുകയും ചെയ്തു. എന്നാൽ പല കോർപ്പറേറ്റ്സും ഇതിനെന്ത് ചെയ്തു, പ്രിവെൻറ്റ് ചെയ്തു. കാരണം ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ കാരണം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഈ INX അതായത് BSE ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ടുള്ള ഇന്ത്യ INX അതായത് ഇന്ത്യസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, ഈ സംരംഭങ്ങളിലൂടെ ഇന്ത്യ ഈ ഗ്രീൻ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ഗ്രീൻ ഫിനാൻസ് എന്താണെന്ന്, അതിന് മുന്നേ ഗ്രീൻ ഗ്രോത്ത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പിന്നെ ഗ്രീൻ ഫിനാൻസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് ഫിനാൻസ് പറഞ്ഞു, ഇപ്പോൾ ലാസ്റ്റ് ആണ് പറഞ്ഞത് ഗ്രീൻ ഫിനാൻസിങ് ഇൻ ഇന്ത്യ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.